ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറയുന്ന മൂവി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചൊരു മൂവിയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ നമുക്ക് തന്നിട്ടുമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യങ്ങളാണ് ക്യാമിയോസിൽ ഇതിൽ നമുക്ക് ആദ്യം കാണിച്ച ക്യാമിയോ നമ്മുടെ ഹൾക്കിൻ്റെ ഒരു ക്യാമിയോ നമുക്ക് ഈ മൂവിയിൽ കാണാം. അതിൻ്റെ ബാക്ക് വ്യൂ മാത്രമേ കാണുള്ളൂ, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മാർക്ക് റഫലോടെ ഹൾക്കാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മുടെ എഡ്വേർഡ് നോർട്ടൻ്റെ ഒരു ഹൾക്കിൻ്റെ ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതല്ല ഇതിലുണ്ടായിരുന്നത് നമ്മുടെ മാർക്ക് റഫലോടെ ഹൾക്കാണ്. പിന്നെ നമുക്ക് രണ്ടാമത് വന്നത് നമ്മൾ ഒരുപാട് വട്ടം റൂമറായിട്ട് കേട്ടുകൊണ്ടിരുന്നത് ഹെൻറി കാവിൽ വോൾവറിനായിട്ട് വരുന്നതാണ്, നമ്മുടെ DC സൂപ്പർമാൻ. അത് എന്തായാലും ഇതിൽ നടന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഹെൻറി കാവിലിൻ്റെ ഒരു വോൾവറിൻ്റെ ഒരു 10 സെക്കൻഡ് ഇല്ല, കൂടിപ്പോയി 5-6 സെക്കൻഡുള്ള ഒരു സീൻ കാണിക്കും. അതിൽ നമുക്ക് ഹെൻറി കാവിലിൻ്റെ ലുക്കും ഗെറ്റപ്പൊക്കെ കാണും. അപ്പോൾ കുറച്ചും കൂടി ആങ്കറി ആയിട്ടുള്ളൊരു തരത്തിലുള്ള ഭയങ്കര ടഫായിട്ടുള്ളൊരു വോൾവറിനായിട്ടാണ് നമ്മുടെ ഹെൻറി കാവിലിനെ കാണിച്ചിട്ടുള്ളത്. ഒരു വോൾവറിനൊക്കെ ടഫായിട്ടുള്ളത് തന്നെയാണ്, പക്ഷേ ഹെൻറി കാവിൽ കുറച്ചും കൂടി ഒരു റഫ് ലുക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ക്രിസ് ഇവാൻസ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു റിട്ടേൺ കാണും, പക്ഷേ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടല്ല. പിന്നീട് ഇപ്രാവശ്യം വന്നത് നമ്മുടെ 2005 ഫാൻറ്റാസ്റ്റിക് ഫോറിലത്തെ ഹ്യൂമൻ ടോർച്ച് ആയിട്ടാണ് നമ്മുടെ ക്രിസ് ഇവാൻസ് ഇതിൽ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാണാൻ നല്ല അടിപൊളി ഗെറ്റപ്പായിരുന്നു, കുറച്ച് യങ്ങായിട്ട് തോന്നി. അത് മേക്കപ്പിൻ്റെയാണോ അത് അങ്ങേരിപ്പോൾ കുറച്ച് വണ്ണം കുറച്ചുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ നല്ല യങ്ങായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാണിച്ചത് നമ്മുടെ പണ്ടത്തെ ബ്ലേഡ് മൂവിയിലെ വെസ്ലി സ്നൈപ്സിൻ്റെ ഒരു റിട്ടേൺ ആയിരുന്നു. അത് മാരകമായിരുന്നു, അങ്ങേറെ ഗെറ്റപ്പും. പിന്നെ ആ പണ്ടത്തെ എവിടെയാണ് നിർത്തിയത് അതുപോലെ തുടങ്ങിയ ഒരു ഗെറ്റപ്പായിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതുപോലത്തെ പുതിയ ബ്ലേഡ് മൂവിയിൽ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാണാൻ കഴിയുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. ഇനി മാർവലിൻ്റെ തന്നെ കുറേ സീക്രട്ട് വാർസൊക്കെ വരുന്നുണ്ട്. സോ അതിലൊക്കെ നമുക്ക് ഇങ്ങനെ മൾട്ടിവേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ളതിലൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റിയത് X-23 X-23 ഇതിൽ കുറച്ച് അഗ്രഷൻ, മറ്റേ ലോഗൻ മൂവിയിലെ പോലെ അത്ര അഗ്രഷനുള്ളൊരു ക്യാരക്ടറായിട്ടുള്ള അതിൽ കാണിച്ചേക്കണം. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് അഡൾട്ടായിട്ടുള്ള ഒരു X-23 ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ഡെഡ്പൂൾ ആർമീനെ കാണാൻ പറ്റും. അതെല്ലാ യൂണിവേഴ്സിറ്റിയും ഡെഡ്പൂളുകൾ ഒന്നിച്ചുള്ള ഒരു ആർമിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡെഡ്പൂളിൻ്റെ വേരിയൻസിനെ അതിൽ കാണാൻ സാധിക്കും, അപ്പോൾ ക്യാമിയോസ് ആയിട്ട്. പിന്നെ നമ്മുടെ ഗാംബിറ്റും ഇലക്ട്രിക് ഉണ്ട്. പിന്നെ നമ്മൾ മൂവിനെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ നല്ല മൂവിയായിരുന്നു. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു, എക്സ്പെക്റ്റേഷനൊക്കെ അവരൊരുവിധം ഡെലിവറി ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് സ്റ്റോറി പോകുന്നത് ക്യാരക്ടേഴ്സിനനുസരിച്ചാണ്. കൂടുതലും ഡെഡ്പൂളും വോൾവറിനും അവരെ തന്നെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റോറിനേക്കാളും കൂടുതൽ നമുക്കൊരു ഫുൾ ടൈം എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു മൂവി. ഹ്യൂ ജാക്ക്മാൻ്റെയും റയൻ റെയ്നോൾഡ്സിൻ്റെയും ഒരു കോംബോ അടിപൊളിയായിരുന്നു. പിന്നെ അവരുടെ ആ ഒരു കോംബോയിൽ തന്നെയാണ് മൂവി പോയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.